इंडिया बहुत बड़ा मुल्क है और कई हिंदुस्तान के लोग आपके साथ सिंपथाइजर भी हैं। अरुंधति रॉय है, ममता बनर्जी है, कांग्रेस पार्टी है, कम्युनिस्ट पार्टी है, लेफ्ट पार्टीज हैं, दलित पार्टीज हैं। हिंदुस्तान सारे लोग तो नहीं मोदी। എല്ലാ ഇന്ത്യക്കാരും മോദിക്കൊപ്പമല്ല. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയാൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയാൽ അതിൽ സന്തോഷിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇത് പറയുന്നത് പാകിസ്ഥാനിലെ തന്നെ ഒരാളാണ്. അദ്ദേഹം കുറെ ആളുകളുടെ അരുന്ധതി റോയ്, മമതാ ബാനർജി, കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, ദളിത് പാർട്ടിക്കാർ, അങ്ങനെ ലെഫ്റ്റ് പാർട്ടിക്കാർ, അങ്ങനെ കുറെ പാർട്ടിക്കാരൊക്കെ പാകിസ്ഥാൻ സ്നേഹികളാണ്, പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് പേരെടുത്ത് പറയുകയാണ്. അപ്പോൾ ഇന്ത്യയിലിരുന്ന് പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതിനെ ഭയത്തോടെയല്ലേ കാണേണ്ടത്? അല്ല, അതിനകത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഒരു പാകിസ്ഥാനെ സ്നേഹിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും വളരെ ദീർഘകാലമായിട്ടുള്ള ഭാരതത്തിൻ്റെ ചരിത്രം, ഒരുപക്ഷെ ഒരു 1971-80 ശേഷം ഉള്ള ഭാരതത്തിൻ്റെ ചരിത്രം ഇത് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. ഇപ്പം ഇതിനകത്ത് അവിടെ പാകിസ്ഥാനിൽ നടക്കുന്ന ചാനൽ ചർച്ചയിൽ കൃത്യമായിട്ട് അവതാരകൻ ചോദിക്കുകയാണ്, അവിടെ കാശ്മീരിലെ മുസ്ലിങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ട് ആരുടെ പിന്തുണയാണ് നിങ്ങൾക്ക് കിട്ടുക? ഇത് പ്രാവർത്തികമാക്കൂ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ പറയുന്നത്, അവിടെ നമ്മളെ പിന്താങ്ങുന്ന ആളുകളുണ്ട്. ആരൊക്കെയാണ്? മമതാ ബാനർജി ഞങ്ങളെ പിന്താങ്ങും, അവിടെ കോൺഗ്രസ് നമ്മളെ പിന്താങ്ങും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നമ്മളെ പിന്താങ്ങും, ലെഫ്റ്റിസ്റ്റുകൾ നമ്മളെ പിന്താങ്ങും, ഇത്യാദി പിന്താങ്ങുന്ന ആളുകളുടെ ഒരു വലിയ നീണ്ട നിരയെക്കുറിച്ചിട്ടാണ് ബോധ്യപ്പെടുന്നത്. ഒരുപക്ഷെ അവർക്ക് കേരളത്തിൽ പല ചാനലുകാരെ അറിയാത്തോണ്ടാ. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാലോ, അവിടുന്ന് സിന്ധു നദീജല കരാറ് മരവിപ്പിച്ച സമയത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക സ്വന്തം മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് അവിടെയുള്ളൊരു കുടിവെള്ളം മുട്ടൂല്ലേ എന്നാണ്. ഈ മരിച്ച 26 പേരെ കുറിച്ചിട്ട് കേരളത്തിലെയും പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് വിഷയമല്ല. അവരുടെ മരണം ഇവരുടെ വേദനയല്ല, അവരുടെ മരണം ഇവർക്ക് യാതൊരു ദുഃഖമില്ല. ഈ പറയുന്ന ചാനലിനും ദുഃഖമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേവലം പണം വാങ്ങിച്ചുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നരേന്ദ്രമോദി വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന വ്യാജേന, അത് നരേന്ദ്രമോദി ആയാലും മാത്രം നമ്മൾ ധരിക്കണ്ട. പണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. 1971 ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അവർ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരായിട്ട് 13 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന 1971 ഡിസംബർ മാസം 3-ാം തീയതി തുടങ്ങിയിട്ട് 16-ാം തീയതി വരേക്കുള്ള 13 ദിവസക്കാലം അതിശക്തമായ യുദ്ധം ചെയ്തു. മനേക്ഷയുടെ നേതൃത്വത്തിലായിരുന്നു യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ ജനസംഘവും സംഘടനാ കോൺഗ്രസും സ്വതന്ത്ര പാർട്ടിയും അന്ന് ഇവര് ഇന്ത്യ ഗവൺമെന്റ് പിന്താങ്ങിയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ ചവിട്ടിപ്പിടിക്കായിരുന്ന സമയത്ത്, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, അന്ന് വളരെ സംശയമുണ്ടായിരുന്ന മറ്റൊരു വിഭാഗമാണ് ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം ലീഗ്. അവർ നിലപാടിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയക്കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ നടന്നിട്ടുള്ള രാഷ്ട്രരക്ഷാ റാലികളിൽ ഇവിടെയൊക്കെ വ്യാപകമായിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ മറ്റൊക്കെ രാഷ്ട്രരക്ഷാ റാലികൾ നടന്നിരുന്നു. ഈ റാലികളിൽ പല സ്ഥലത്തും മുസ്ലിം ലീഗുകാരും കമ്മ്യൂണിസ്റ്റുകാരും റാലികളിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം ഇവർക്കൊക്കെ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നത് ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇന്ത്യയിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് താല്പര്യം എന്നാണ് ഇവർ ധരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അതിനെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സമാനമായിട്ടുള്ള അവസ്ഥ ഇത് തന്നെയാണത്. ഇപ്പൊ ജമ്മു കാശ്മീരിൽ നടക്കുന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ പിന്താങ്ങുന്ന ഒരാളാണ് അരുന്ധതി റോയ്. നിരവധി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായിക്കൊണ്ട്, അവിടുത്തെ തീവ്രവാദികൾക്ക് അനുകൂലമായിക്കൊണ്ട്, ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾക്കെതിരായിക്കൊണ്ട്. ആ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, മൻമോഹൻ സിംഗിന്റെ കാലത്ത് അത് തന്നെയായിരുന്നു, കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് അത് തന്നെയായിരുന്നു, VP സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് അത് തന്നെയായിരുന്നു. ആരൊക്കെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം എതിരായിട്ടുള്ള നിലപാടുകളാണ് അരുന്ധതി റോയ് എടുത്തത്. അതുകൊണ്ട് പലപ്പോഴും എന്നെ പോലുള്ളവർക്ക് സംശയം വന്നിട്ടുണ്ട്, ഇവർക്ക് എവിടുന്ന ബുക്കർ പ്രൈസ് കിട്ടുക? അവരുടെ പുസ്തകത്തിന്റെ പേരെന്താ? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആ പുസ്തകത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രാദേശികമായിരിക്കുന്ന വിഷയത്തെ അധികരിച്ചുള്ളൊരു പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കിട്ടുവാനുള്ള എന്ത് യോഗ്യതയാണ് അവരെ സംബന്ധിച്ചുള്ളത്, അവരുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ളത്? ആ പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കിട്ടിയത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ എന്നുള്ളത് ചർച്ച അക്കാലത്ത് തന്നെ വന്നിരുന്നതാണ് ഇവിടെ വ്യാപകമായിട്ട്.
അതേപോലെ തന്നെ അരുന്ധതി റോയ് വരുന്നു. പിന്നെ ആരാ വരുന്നു? മമതാ ബാനർജിയാണ്. അവർ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. എന്താ ബംഗാളിൽ അവരിങ്ങനെ മുഖ്യമന്ത്രിയാവുന്നത്? അവർ പ്രധാനപ്പെട്ട വോട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടുക? ഒരു കാലഘട്ടത്തിൽ ജ്യോതിബാസു കൊണ്ടുവന്ന ബംഗ്ലാദേശികളായിരിക്കുന്ന പൗരന്മാർക്ക് അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുത്ത് അവർക്ക് റേഷൻ കാർഡിലെ ഒരു പേര് കൊടുത്ത് അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്ത് ആ വോട്ട് മേടിച്ച് ജയിക്കുന്ന ആളാണ് മമതാ ബാനർജി. അതിനായിരുന്നു ജ്യോതിബാസും ചെയ്തുകൊണ്ടിരുന്നത്. ആ ജ്യോതിബാസുവിന്റെ കാലത്തുണ്ടായിരുന്ന ഇസ്ലാമിക തീവ്രവാദികളെ പൂർണ്ണമായിട്ട് തൻ്റെ പക്ഷത്തേക്ക് ചേർക്കുന്ന കാര്യത്തിൽ മമതാ ബാനർജി വിജയിച്ചു. ബുദ്ധ ഭട്ടാചാര്യയോട് പരാജയപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഒരു സമയത്ത് ബംഗാളിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരുന്ന ജ്യോതിബാസുവിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ അവസാന കാലഘട്ടം വന്ന സമയത്തേക്ക് ബുദ്ധ ഭട്ടാചാര്യയുടെ കാലമായപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നിപ്പോൾ അവിടെ വട്ടപൂജയാണ് സീറ്റ്. കാരണം തീവ്രവാദികൾ പൂർണ്ണമായിട്ട് മമതാ ബാനർജിയുടെ പക്ഷം ചേർന്നു. ഈ പറയുന്ന മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ ഇന്ത്യ ഗവൺമെന്റിനെ എതിർക്കുന്നു എന്നുള്ള വ്യാജേന ഇതിപ്പോ ആര് ഭരണം നടത്തിയാലും ഇതിന്റെ അവസ്ഥ. ആരെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആര് ഭരിച്ചാലും ഇവർ ഇന്ത്യ ഗവൺമെന്റിനെതിരാണ്. ഇവർ പാകിസ്ഥാന്റെ കൂടെയാണ്, ഇവർ പണത്തിന്റെ കൂടെയാണ്, ഇവർ അധികാരത്തിന്റെ കൂടെയാണ്, ഇവർ വോട്ടിന്റെ കൂടെയാണ്. ഈ പറയുന്ന പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കോൺഗ്രസിൽ പക്ഷവും. കാരണം കോൺഗ്രസിൽ ഒരുപക്ഷെ എല്ലാ കാലത്തും കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇന്ദിരാഗാന്ധി ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഒക്കെ ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ ആണെങ്കിലും അവര് നരസിംഹറാവു വരേക്കുള്ള ആളുകൾ പാകിസ്ഥാനെതിരായിട്ടും പാകിസ്ഥാന്റെ നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇന്ന് സോണിയാഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഇറ്റലിയുടെ നിലപാടുകളാണ് ഇന്ന് അവരെ സ്വാധീനിക്കുന്നതാണ്. അവർ ഇറ്റലിയുടെ കൂടെയാണ്. സോണിയാഗാന്ധിയും അവരുടെ മകനുമായിരിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇന്ത്യ പക്ഷത്താണെന്ന് പറയാൻ സാധ്യമല്ല. നമ്മൾ അതുകൊണ്ട് അറിയാലോ, ഈ പറയുന്ന കാശ്മീരിൽ നടത്തിയിരുന്ന ആ ആക്രമണം ഉണ്ടായ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്തായിരുന്നു? അയാൾ എന്താണ് വിദേശത്ത് നിന്ന് പോയിട്ട് പറഞ്ഞത്? എന്താണ് അയാൾ പറഞ്ഞതിൽ വിവരക്കേടായിരുന്നു ശശി തരൂർ പറഞ്ഞത്? ആയിരുന്നില്ലല്ലോ. ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ട് ഇന്ത്യ പക്ഷത്തായിരുന്നു. തീവ്രവാദികൾക്കെതിരായിക്കൊണ്ടായിരുന്നു. മതം നോക്കിയിട്ട് ആളെ കൊലപ്പെടുത്തുന്നതിനെതിരായിട്ടായിരുന്നു. അത് ശശി തരൂരിന് പറയാൻ വേണ്ടി സാധിക്കും, പക്ഷെ രാഹുൽ ഗാന്ധിക്ക് പറയാൻ സാധ്യമല്ല. കാരണം രാഹുൽ ഗാന്ധിയെ ഭരിക്കുന്നത് ഒരിക്കലും ഭാരതത്തിലെ ജനങ്ങളായിരുന്നില്ല. അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത് ഭാരതീയരായിരുന്നില്ല. അദ്ദേഹത്തെ സ്വാധീനിച്ചത് പലപ്പോഴും ജോർജ് സോറസ് ആണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. പാശ്ചാത്യ ശക്തികളാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എണ്ണപ്പെട്ട എല്ലാ പ്രസ്താവനകളും, രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രസ്താവനകളും നടക്കുന്നത് ഇന്ത്യൻ മണ്ണിലായിരുന്നില്ല, വിദേശ മണ്ണിലായിരുന്നു. അയാൾ പോയി സംസാരിച്ചത് അമേരിക്കയിൽ പോയിട്ടാണ്. എന്നിട്ട് അവസാനം അവിടെ നിന്നാണ് യാത്ര വെട്ടിച്ചുരുക്കി വരുന്നത്. കാരണം ഇവിടെ മരിച്ച ആളുകളെ സംബന്ധിച്ചൊന്നും അദ്ദേഹത്തിന് യാതൊരു ദുഃഖവും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിട്ടില്ല. ഇത് അവർ പലരുടെയും, കേരളത്തിലുള്ളതിൻ്റെ പലരുടെയും കണ്ണീരെന്ന് പറഞ്ഞാൽ മുതലക്കണ്ണീരാണ്. ഈ മുതലക്കണ്ണീർ എങ്ങനെ വെറുതെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കടത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ദുഃഖത്തിന്റെ പേരിലായിരുന്നില്ല. മറിച്ച് ഇവിടെയുള്ള നിരവധി ആളുകൾ കൊലപ്പെടുന്ന സമയത്ത് ഇവർ സന്തുഷ്ടരായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവർ ആ സമയത്ത് ധരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഒന്നും ചെയ്യാതിരുന്നാൽ ആ ഭരണം ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് വീണ്ടും ആർമാദിച്ച് ജീവിക്കാമെന്നുള്ള ധാരണയിലാണ് രാഹുൽ ഗാന്ധിയും, അതായത് കോൺഗ്രസ് പ്രസ്ഥാനവും മമതാ ബാനർജിയും സ്റ്റാലിൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ആളുകൾക്ക് അത്തരത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ ചില ബുദ്ധിജീവികൾ അത്തരത്തിൽപ്പെട്ടവരാണ്. അന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിൽ ചില മാധ്യമ പ്രവർത്തകർ അത്തരത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ഭാരതത്തിലുള്ള ആളുകളുടെ ഏത് നാശത്തെക്കുറിച്ചിട്ടും അവർ രണ്ട് പക്ഷമാണ് അവർ ചിന്തിക്കുക. ഇപ്പൊ ബാലാക്കോട്ടിൽ ആക്രമണം നടന്നിരുന്നു. എന്തായിരുന്നു ഇവർ നിലപാട്? ആ സമയത്ത് ഇവർ നിലപാടെന്തായിരുന്നു? ഇവർ പാകിസ്ഥാന്റെ നിലപാടിന് കൂടിയായിരുന്നില്ലേ? ഇന്ത്യ ഗവൺമെന്റിനോട് അതിന് നിങ്ങൾ ആക്രമിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ പ്രതിപക്ഷ കോൺഗ്രസിലെ നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരും തെളിവന്വേഷിച്ച് നടന്നവരാണ്. ചാനൽ ചർച്ചകളുടെ കടക്കം നമ്മുടെ ചാനലിന്റെ അവതാരകന്മാർ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, എന്താ അതിന് തെളിവെന്താ ഉള്ളതെന്ന്. ഈ തെളിവെന്തിന് ഇവനെയൊക്കെ കാണിക്കണേ? ഇവനാരെ തെളിവ് ചോദിക്കാൻ വേണ്ടിയിട്ട്? കേരളത്തിലെ ചാനൽ അവതാരകന്മാർ, ഇവർക്ക് ഇതിനെക്കുറിച്ച് എന്താ വിവരമുള്ളത്? ഇവർക്ക് പണം വേണം എന്നുള്ളതല്ലാതെ കണ്ട് ഇവർക്ക് എന്ത് താല്പര്യമാണ് ഭാരതവുമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ളത്? അതുകൊണ്ട് ഈ പറയുന്ന ചാനൽ അവതാരകന്മാരുടെയും അവതാരകകളുടെയും ഒന്നും അനുവാദമൊന്നും ഭാരത സർക്കാരിനെ സംബന്ധിച്ച് ആവശ്യമില്ല. ഭാരത സർക്കാരിനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ കെടുകാര്യസ്ഥയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് നേരിടുന്നുള്ള യാതൊരു സംശയവുമില്ല. ഇത് പാകിസ്ഥാനിലുള്ളവർക്കറിയാം.
അതുകൊണ്ടാണ് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അമിത്ഷായെക്കുറിച്ച് ബോധ്യമുണ്ട്, ഭാരതം ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ച് ബോധ്യമുണ്ട്, ഇവിടെയുള്ള RSS പ്രസ്ഥാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളുടെ ദേശസ്നേഹത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഈ ബോധ്യമുള്ളതിൻ്റെ പേരിലാണ് ചാനൽ ചർച്ചയിൽ അവതാരകർ ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റവർ ഉത്തരം പറയുന്നത്. നമ്മളെ സഹായിക്കാൻ അവിടെ പലരുമുണ്ട്. ആരൊക്കെയാണുള്ളത്? അരുന്ധതി റോയുണ്ട്, മമതാ ബാനർജിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട്. ഈ പ്രസ്ഥാനങ്ങളൊക്കെ സഹായിച്ചു എന്നിരിക്കട്ടെ, ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സഹായിച്ചാലും ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനത്തെ ഒരു അംശം പോലും നീക്കാൻ ഇവരെ സംബന്ധിച്ച് സാധ്യമല്ല. കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായുള്ള നിലപാടുകളാണുള്ളത്. ആ ശക്തമായ നിലപാടുകൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. കാശ്മീരിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾക്കറിയാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചറിയാം. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സാധനം ഒരു പൂ പറിക്കുന്ന പോലെ എടുത്തു കളഞ്ഞത്. ആ കളഞ്ഞ സമയത്ത് എവിടെ പോയിരുന്നു ഇവിടുത്തെ തീവ്രവാദികൾ? ഇന്നിപ്പോൾ ചിലരുടെ പിന്താങ്ങലിൽ, ചിലരുടെ സപ്പോർട്ടിൻ്റെ പുറത്ത് അവരൊന്ന് ആക്രമണം നടത്തിയിരുന്നെങ്കിൽ അത് സാധാരണ എനിക്ക് പലപ്പോഴും പറയാനുള്ളത് ഹമാസ് അവിടെ ഇസ്രായേൽ പോയി ചെയ്ത മാതിരിയാ. ഈ ചുണ്ടങ്ങി കൊടുത്തിട്ട് വഴുതനങ്ങി മേടിക്കാന്ന് പറഞ്ഞൊരു ഏർപ്പാട്. ഇവരിവിടെ 26 പേരെ കൊല്ലും. ഇതിൻ്റെ പേരിൽ അവിടെ മരിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ കുടിവെള്ളം കിട്ടാതെ കണ്ട്, പാകിസ്ഥാൻ ഭക്ഷണം കിട്ടാതെ കണ്ട് നിവൃത്തികെട്ട് പാകിസ്ഥാനിൽ അവിടെ ഈ ലോകത്തോട് യാത്ര പറയാൻ പോകുന്ന ആയിരക്കണക്കിന് ആളുകളാണ്. അതിനുള്ള ഗതി വരുത്തിയത് ഈ പറയുന്ന നാമമാത്രമായിരിക്കുന്ന തീവ്രവാദികളാണ്. ഇവരെ പിന്തുണച്ചയക്കുന്നവരാണ്. പിന്തുണച്ചയക്കുന്നവരെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ശക്തി അവർ തിരിച്ചറിയേണ്ടതാണ്. ഇത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയല്ല, ഇത് നരസിംഹറാവിന്റെ കാലത്ത് ഇന്ത്യയല്ല, ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയല്ല. ഇതിന്ന് നരേന്ദ്രമോദിയുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയൊക്കെ പിൻബലമുള്ള ഒരു ഭാരതമാണെന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് അവിടുത്തെ ചാനലിൻ്റെ ചർച്ചയുടെ അവതാരകനും അറിയാം, ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് മാത്രം നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞാലും അവർ പലരും ഈ പറയുന്ന ആരോ പറയുന്ന മാതിരി ചില കൂതികുലുക്കി പക്ഷി എന്നൊക്കെ പറയും. അവർ കുലുങ്ങുന്ന കണ്ടിട്ടാണ് ചക്രവാളം തിരിയുന്നതെന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. ആ തരത്തിൽപ്പെട്ട ചില ആളുകളുടെ ഈ കുലുക്കലുകളിൽ നിന്നും ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കില്ല എന്നുള്ള തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.